അതുകൊണ്ട് തന്നെ നമ്മുടെ അത്യുന്നതനായ ദൈവത്തിന്റെ മഹത്വത്തെ ഒന്ന് ഉയർത്തി കാണിക്കുവാനുമായിട്ടാണ് ഞാൻ ഇന്ന് പകൽക്കാലം ಆಗ್ರಹಿക്കുന്നത്. ಆದುದರಿಂದಲೇ ನಮ್ಮ ಅತ್ಯುನ್ನತನಾದ ದೇವರ ಮಹಿಮೆಯನ್ನು ಅದನ್ನು ಕುರಿತು ವರ್ಣಿಸಲಿಕ್ಕೆ ಅದನ್ನು ಧ್ಯಾನ ಮಾಡಲಿಕ್ಕೆ ನಾನು ಈ ಮುಂಚಾನೆಯಲ್ಲಿ ಮನಸ್ಸು ಮಾಡುವಂತವನಾಗಿದ್ದೇನೆ. പ്രാർത്ഥനയോടുകൂടി ഇരുന്നാലും പ്രാർത്ഥനയൊಂದಿಗೆ ನಾವು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಇರೋಣ. ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഡിവൈൻ സൈറ്റ് അല്ലെങ്കിൽ ഡിവൈൻ വിഷൻ ഓഫ് അവർ ഓൾമൈറ്റി ഗോഡ്. ನಾನು ಇವತ್ತು ಮುಂಚಾನೆ ಮಾತಾಡಲಿಕ್ಕಿರುವಂತಹ ವಿಷಯ ಸರ್ವಶಕ್ತನಾದ ದೇವರ ವಿಷಯವಾಗಿರುವಂತಹ ಒಂದು ದೈವಿಕ ದರ್ಶನದ ವಿಷಯವಾಗಿ ಮಾತಾಡಲಿಕ್ಕೆ ಬಯಸುತ್ತೇನೆ. അതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. പഴയ നിയമത്തിലെ ദൈവത്തിന്റെ അതിശക്തനായ ശുശ്രൂഷകനായിരുന്ന മിനിസ്റ്ററായിരുന്ന യെശയ്യാ പ്രവാചകന് ലഭിച്ച ഒരു ദർശനത്തെ ആധാരമാക്കിയാണ്. ಅತ್ಯುನ್ನತನಾದ ದೇವರ ದರ್ಶನ ಎಂಬುದಾಗಿ ಹೇಳುವಾಗಲೇ ನಿಮ್ಮ ದೇವರ ಸೇವಕರಾಗಿರುವ ನಿಮ್ಮ ಮನಸ್ಸೊಳಗೆ ಆ ವಾಕ್ಯ ಭಾಗವನ್ನು ಬಂದಿರಬಹುದು. ಯೆಶಾಯನ ಗ್ರಂಥದಿಂದ ನಾವು ಅದನ್ನು ನೆನಪು ಮಾಡಿಕೊಳ್ಳೋಣ. ഏത് അധ്യായത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത് അറിയാവോ? ಯಾವ ಅಧ್ಯಾಯದಲ್ಲಿ ಅದನ್ನು ಹೇಳಿರಬಹುದು? വെരി ഗുഡ്. അതാ പറഞ്ഞ എല്ലാവർക്കും പരിചയമുള്ള ഒരു വേദഭാഗം. ಹಾಗಾಗಿನೇ ಎಲ್ಲರಿಗೂ ಪರಿಚಯ ಇರುವಂತಹ ವಾಕ್ಯ ಭಾಗ ಎಂಬುದಾಗಿ ನಾನು ಹೇಳಿದ್ದೆ. 6ാം അധ്യായത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മുഴുവൻ അധ്യായം വായിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಕೆಲವೊಂದು ವಾಕ್ಯ ಭಾಗಗಳನ್ನು ಮಾತ್ರ ಓದಲಿಕ್ಕೆ ನಾನು ಬಯಸುತ್ತೇನೆ. ಹೆಚ್ಚು ಓದಲಿಕ್ಕೆ ನಮಗೆ ಸಮಯ ಕೂಡ ಇಲ್ಲ. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1ರಿಂದ 4 ತನಕ ಇರುವಂತಹ ವಾಕ್ಯ ಭಾಗವನ್ನು ನಾವು ಓದಿಕೊಳ್ಳೋಣ. ಅರಸನಾದ ಉಜ್ಜೀಯನು ಕಾಲವಾದ ವರ್ಷದಲ್ಲಿ ಕರ್ತನು ಉನ್ನತೋನ್ನತ ಸಿಂಹಾಸನರೂಢನಾಗಿರುವುದನ್ನು ಕಂಡನು. ಆತನ ವಸ್ತ್ರದ ನೆರಿಗೆಯು ಮಂದಿರದಲ್ಲೆಲ್ಲ ಹರಡಿತು. ಆತನ ಸುತ್ತ ಸೆರಾಫಿಯರು ಇದ್ದರು. ಪ್ರತಿಯೊಬ್ಬನು 6 ರೆಕ್ಕೆಯುಳ್ಳವರಾಗಿ 2ರಿಂದ ತನ್ನ ಮುಖವನ್ನು 2ರಿಂದ ತನ್ನ ಕಾಲುಗಳನ್ನು ಮುಚ್ಚಿಕೊಂಡು 2 ಬಡಿಯುತ್ತಾ ನೆಲಸೋಕದೆ ನಿಂತಿದ್ದನು. ಆಗ ಒಬ್ಬನು ಮತ್ತೊಬ್ಬನಿಗೆ, ಸೇನಾಧೀಶನಾದ ಯೆಹೋವನು ಪರಿಶುದ್ಧನು ಪರಿಶುದ್ಧನು ಪರಿಶುದ್ಧನು, ಭೂಮಂಡಲವೆಲ್ಲ ಆತನ ಪ್ರಭಾವದಿಂದ ತುಂಬಿದೆ ಎಂದು ಕೂಗಿ ಹೇಳಿದನು. ಕೂಗುವವನ ಶಬ್ದಕ್ಕೆ ದ್ವಾರದ ಅಸ್ತಿವಾರವು ಕದಲಿತ್ತು. ಧೂಮವು ಮಂದಿರದಲ್ಲೆಲ್ಲ ತುಂಬಿತ್ತು. ഞാനും കൂടെ എന്റെ നേറ്റീവ് ലാംഗ്വേജിൽ ഒന്ന് വായിച്ചോട്ടെ. ನಾನು ಕೂಡ ನನ್ನ ಮಾತೃಭಾಷೆಯಲ್ಲಿ ಓದಲಿಕ್ಕೆ ಬಯಸುತ್ತೇನೆ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സെറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവൻ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തരോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. ആരാധനയ്ക്കായിട്ട് നാം ഉപയോഗിക്കുന്ന സാധാരണ വായിക്കാറുള്ള ഒരു വേദഭാഗം കൂടെയാണ്. ಆರಾಧನೆ ಸಮಯದಲ್ಲಿ ನಾವು ಸಾಧಾರಣವಾಗಿ ಓದುವಂತಹ ಒಂದು ವಾಕ್ಯ ಭಾಗವಾಗಿದೆ ಇದು. ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു മിഷനറിക്ക് ഉണ്ടായിരിക്കേണ്ട ദൈവത്തിന്റെ സർവാധിപത്യത്തെക്കുറിച്ചുള്ള ആ ബോധം. ಒಬ್ಬ ದೇವರ ಸೇವಕನಿಗೆ ದೇವರ ಸರ್ವಶಕ್ತಿ, ಆತನ ಉನ್ನತ ಸ್ಥಿತಿಯನ್ನು ಕುರಿತು ಅವನಲ್ಲಿ ಉಂಟಾಗಬೇಕಾಗಿರುವ ಒಂದು ದೈವಿಕ ಪ್ರಜ್ಞೆಯ ವಿಷಯವಾಗಿ ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ അവിടെ എഴുതി വച്ചിരിക്കുന്നു, ഉസിയാവ് മരിച്ച ആണ്ടിൽ. ಅದರ ಮೊದಲನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಓದುತ್ತೇವೆ, ಅರಸನಾದ ಉಜ್ಜೀಯನು ಕಾಲವಾದ ವರ್ಷದಲ್ಲಿ ಎಂಬುದಾಗಿ. സാധാരണ അവിടെ ഈ ആണ്ടുകൾ, അന്നത്തെ കാലത്ത് കലണ്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ സമയം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ രാജാക്കന്മാരുടെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളുടെയോ കാലഘട്ടത്തെ പ്രതിപാദിച്ചുകൊണ്ട് സംസാരിക്കാറുള്ളത്. ಆ ಕಾಲಘಟ್ಟದಲ್ಲಿ ಕ್ಯಾಲೆಂಡರ್ಗಳು ಇಲ್ಲದೇ ಇದ್ದ ಕಾರಣ ಯಾವ ಕಾಲ ಎಂಬುದಾಗಿ ಗೊತ್ತು ಮಾಡುವುದಕ್ಕೋಸ್ಕರ ಈ ರೀತಿಯಲ್ಲಿ ಮಾತಾಡ್ತಿದ್ರು. ಉಜ್ಜೀಯನು ಕಾಲವಾದ ವರ್ಷದಲ್ಲಿ, ಆ ಅರಸನು ತೀರಿ ಹೋದ ವರ್ಷದಲ್ಲಿ ಎಂಬುದಾಗಿ ಆ ರೀತಿಯಲ್ಲಿ ಹೇಳಿ ಗುರುತಿಸಿಕೊಳ್ಳುತ್ತಿದ್ದರು. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉസിയാവ് എന്ന് പറഞ്ഞ രാജാവ് മരിച്ച ആ വർഷത്തിൽ. ಇಲ್ಲಿ ಹೇಳಿರುವಂತ ವಿಷಯ ಅರಸನಾದ ಉಜ್ಜೀಯನು ಕಾಲವಾದ ವರ್ಷದಲ್ಲಿ ಎಂಬುದಾಗಿ. വളരെ ലളിതമായി ചിന്തിക്കുകയാണെങ്കിൽ ഇത് എപ്പോൾ സംഭവിച്ചു എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ಇದು ಬಹಳ ಸರಳವಾಗಿ ಹೇಳುವುದಾದರೆ ಈ ಘಟನೆ ಯಾವಾಗ ಸಂಭವಿಸಿತು ಎಂಬುದಾಗಿ ಹೇಳಲಿಕ್ಕೆ ಈ ಮಾತನ್ನು ಹೇಳಿದ್ದಾರೆ. എന്നാൽ അവിടെ ഉസിയാവിന്റെ
കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു വലിയ കാലഘട്ടത്തിന്റെ അന്ത്യം കൂടെയാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ಉಜ್ಜಯನ ಕಾಲಘಟ್ಟ ಎಂದು ಹೇಳುವಾಗ ಆತನು ತೀರಿ ಹೋದ ವರ್ಷ ಎಂದು ಹೇಳುವಾಗ ಆತನ ಆಳ್ವಿಕೆಯ ಕಾಲಘಟ್ಟದ ಮುಕ್ತಾಯ ಭಾಗದಲ್ಲಿ ಕೊನೆಯಲ್ಲಿ ಆತನು ಇದ್ದರು ಎಂಬುದಾಗಿ ನಾವು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುತ್ತೇವೆ. എന്നാൽ ഒരു പ്രത്യേകത എവിടെയുണ്ട്. ಆದ್ರೆ ಒಂದು ವಿಶೇಷತೆ ಇದೆ, അതാണ് ഞാൻ പറയുവാനായിട്ട് പോകുന്നത്. ಅದನ್ನು ನಿಮ್ಮ ಮುಂದೆ ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. ഉസ്യാവ് രാജാവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു പാപം ചെയ്തു, ഒരു അനുസരണക്കേട് കാണിച്ചു, അത് മുഖാന്തരം കുഷ്ഠം ബാധിച്ചവനായിട്ട് മരിച്ചു പോകുന്ന ഒരു രാജാവിന്റെ ചിത്രമാണ്. ಉಜ್ಜಯನ ವಿಷಯವಾಗಿ ನಾವು ನೆನಪು ಮಾಡಿಕೊಳ್ಳುವಾಗ ಮೊಟ್ಟ ಮೊದಲು ಆತನ ವಿಷಯವಾಗಿ ಗೊತ್ತಿರುವಂತವರ ಮನಸ್ಸಲ್ಲಿ ಬರುವಂತ ಚಿತ್ರಣವೇನೆಂದ್ರೆ ಆತನು ಒಂದು ಪಾಪವನ್ನು ಮಾಡಿದ್ರು, ದೇವರು ಕುಷ್ಠರೋಗವನ್ನು ಆ ಮಗನಿಗೆ ಬರುವ ಹಾಗೆ ಮಾಡಿದ್ರು, ಅದು ಮೂಲಕವಾಗಿ ಆತನು ತೀರಿ ಹೋದ್ರು ಎಂಬುದಾಗಿರುವಂತಹ ಆ ಚಿತ್ರವನ್ನು ಕೂಡ ಒಂದು ವೇಳೆ ನಮ್ಮ ಮನಸ್ಸಲ್ಲಿ ಬರಬಹುದು. ഈ രാജാവിന്റെ ചരിത്രത്തെ കുറിച്ച് നാം കാണുന്നത് 2 ദിനവൃത്താന്ത പുസ്തകം 2 Chronicles chapter 26 26ാമത്തെ അധ്യായത്തിലാണ് ഈ രാജാവിന്റെ ചരിത്രം മുഴുവൻ രേഖപ്പെടുത്തി. 2 പൂರ್ವಕಾಲ ವೃತ್ತಾಂತ 26ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಈ ಉಜ್ಜಯನ ജീവചരിത്രವನ್ನು ಕುರಿತು ನಾವು ನೋಡುತ್ತೇವೆ. അവിടെ പറയുന്നത് 16ാമത്തെ വയസ്സ്, അതിന്റെ ആദ്യത്തെ വാക്യങ്ങൾ നാം വായിച്ചാൽ കാണും, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. 16ാമത്തെ വയസ്സിൽ രാജാവായി ഏതാണ്ട് 52 വർഷക്കാലം ഇസ്രായേലിനെ ഭരിച്ച അതിശക്തനായ ഒരു രാജാവായിരുന്നു. ಉಜ್ಜಯನು 16ನೇ ವಯಸ್ಸಿನಲ್ಲೇ ಅರಸನಾಗಿ ಆ ಪಟ್ಟಕ್ಕೆ ಬಂದು ನಂತರ 52 ವರ್ಷ ಆಳ್ವಿಕೆ ನಡೆಸಿದಂತಹ ಒಬ್ಬ ರಾಜನಾಗಿದ್ದನು ಆತನು. ഒരുപക്ഷെ ദാവീദിന് ശേഷം ഇസ്രായേൽ ഭരിച്ച ഇത്രയും ശക്തനായ ഒരു രാജാവ് വേറെ ഉണ്ടായിട്ടില്ല. ಒಂದು ವೇಳೆ ದಾವೀದನ ಅನಂತರ ಇಷ್ಟು ಶಕ್ತವಾದ ರೀತಿಯಲ್ಲಿ ಆಡಳಿತ ನಡೆಸಿದ ಇನ್ನೊಬ್ಬ ಅರಸನಿದ್ದಾನೋ ಎಂಬುದಾಗಿ ನಾವು ಯೋಚಿಸಬೇಕಾಗಿದೆ. നാം അതിന്റെ 3ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ನಾವು ಅದರ 3ನೇ ವಾಕ್ಯದಲ್ಲಿ ಓದುತ್ತೇವೆ, ഉസിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അതിന് 16 വയസ്സായിരുന്നു, അവൻ 52 സംവത്സരം യെരൂശലേമിൽ വാണു. ಉಜ್ಜಯನು ಪಟ್ಟಕ್ಕೆ ಬಂದಾಗ 16 ವಯಸ್ಸಾಗಿತ್ತು, ಆತನು 52 ವರ್ಷವನ್ನು ಆಡಳಿತ ನಡೆಸಿದರು ಎಂಬುದಾಗಿ. 4ാമത്തെ വാക്യം കൂടി ശ്രദ്ധിക്കാം. അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളതെല്ലാം ചെയ്തു. ಅದರ 26ನೇ ಅಧ್ಯಾಯ 4ನೇ ವಚನದಲ್ಲಿ ಕೂಡ ನಾವು ಓದುತ್ತೇವೆ, ಅವನು ತನ್ನ ತಂದೆಯಾದ ಅಮಚ್ಯನಂತೆ ಯೆಹೋವನ ಚಿತ್ತಾನುಸಾರವಾಗಿ ನಡೆದನು ಎಂಬುದಾಗಿ ಓದುತ್ತಾ ಇದ್ದೇವೆ. അടുത്ത വാക്യത്തിൽ നിന്ന് കാണുന്നുണ്ട്, അവൻ ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തെ സ്നേഹിച്ചു, അങ്ങനെയെല്ലാം പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ. 2 പൂರ್ವಕಾಲ ವೃತ್ತಾಂತ 26ನೇ ಅಧ್ಯಾಯ 5ನೇ ವಾಕ್ಯದಲ್ಲಿ ಕೂಡ ಆತನು ದೈವ ಭಕ್ತಿಯನ್ನು ಬೋಧಿಸುತ್ತಿದ್ದ ಜಕರೀಯನ ಜೀವಮಾನದಲ್ಲಿ ಅವನು ದೇವರನ್ನು ಅವಲಂಬಿಸಿಕೊಂಡಿದ್ದನು. ಹೀಗೆ ಅವಲಂಬಿಸಿದ ಕಾಲದಲ್ಲೆಲ್ಲ ದೇವರಾದ ಯೆಹೋವನು ಅವನನ್ನು ಅಭಿವೃದ್ಧಿಗೆ ತಂದನು ಎಂಬುದಾಗೆಲ್ಲ ನಾವು ಓದುತ್ತೇವೆ. അതിന് 8ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അത് കൂടാതെ ദൈവത്തെ അന്വേഷിച്ചത് കൂടാതെ ഈ ഉസിയാവ് വളരെ പ്രബലനായ ഒരു രാജാവായിരുന്നു. ಅಷ್ಟೇ ಅಲ್ಲ, ಅದರ 8ನೇ ವಚನದಲ್ಲಿ ಅವನು ಅಧಿಕ ಬಲವುಳ್ಳವನಾದ್ದರಿಂದ ಅವನ ಹೆಸರು ಐಗುಪ್ತದ ಮೇರೆಯವರೆಗೂ ಹಬ್ಬಿತ್ತು ಎಂಬುದಾಗಿ ನಾವು ಓದುತ್ತಾ ಇದ್ದೇವೆ. നാം അതിന്റെ 8ാമത്തെ വാക്യത്തിൽ നാം വീണ്ടും കാണുന്നുണ്ട്, അവന്റെ ശ്രുതി മിസ്രയീം വരെ പരന്നു. ಅಲ್ಲಿ ನಾವು ಓದಿದ್ದೇವೆ, ಅವನ ಸುದ್ದಿ ಐಗುಪ್ತದ ಮೇರೆಯವರೆಗೂ ಹಬ್ಬಿತ್ತು ಎಂಬುದಾಗಿ ಓದುತ್ತೇವೆ. അത്രയും ശക്തനായ ഒരു രാജാവ്. ಹಾಗೆ ಅಧಿಕ ಬಲವುಳ್ಳವನಾಗಿದ್ದಂತಹ ಒಬ್ಬ ಅರಸನಾಗಿದ್ದನು ಆತನು. അതുകൂടാതെ നാം 10ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ജനപ്രിയനായ ഒരു രാജാവായിരുന്നു നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ನಂತರ 10ನೇ ವಾಕ್ಯದಲ್ಲಿ ಕೂಡ ನಾವು ಬರುವಾಗ ಜನಪ್ರಿಯನಾಗಿದ್ದಂತಹ ಒಬ್ಬ ಅರಸನಾಗಿದ್ದನು ಎಂಬುದಾಗಿ ಕೂಡ ನಾವು ನೋಡಬಹುದು. ജനത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കിണറുകൾ കുഴിക്കുക, കൃഷികൾ നടത്തുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവൻ തന്നെ ചെയ്തിട്ടുണ്ട്. ದೇಶದ ಅಭಿವೃದ್ಧಿಗಾಗಿ ಬಾವಿಗಳನ್ನು ತೆಗೆಯುವಂಥದ್ದು, ಕೃಷಿಗೆ ಬೇಕಾಗಿರುವ ವ್ಯವಸಾಯಕ್ಕೆ ಬೇಕಾಗಿರುವ ಅದನ್ನು ಅಭಿವೃದ್ಧಿಪಡಿಸಲಿಕ್ಕೆ ಬೇಕಾದ ಅನೇಕ ಕಾರ್ಯಗಳನ್ನು ಮಾಡಿದರು ಎಂಬುದಾಗಿ ಆತನ ವಿಷಯವಾಗಿ ನಾವು ಓದುತ್ತೇವೆ. 14-15 ವಾಕ್ಯങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ വളരെ യുദ്ധതന്ത്രജ്ഞനായ 14-15ನೇ ವಾಕ್ಯದಲ್ಲಿ ಬರುವಾಗ ಬಹಳ ಯುದ್ಧ ಸಾಮರ್ಥ್ಯ ಹೊಂದಿದಂತವನು, ತಂತ್ರಗಾರಿಕೆ ಉಳ್ಳವನಾಗಿದ್ದನು ಎಂಬುದಾಗಿ ಕೂಡ ನೋಡುತ್ತೇವೆ. ലക്ഷക്കണക്കിന് സൈനികരുണ്ടായിരുന്നു, ಲಕ್ಷಾಂತರ ಸೈನಿಕರು ಆತನಿಗಿದ್ದರು. ആയുധങ്ങൾ കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആയുധങ്ങളെല്ലാം കണ്ടുപിടിച്ച ഒരു രാജാവ് കൂടിയായിരുന്നു. ಪರಿಣಾಮಕಾರಿಯಾದಂತಹ ಅನೇಕ ಯುದ್ಧ ಆಯುಧಗಳನ್ನು ಕಂಡುಹಿಡಿದಂತಹ ಒಬ್ಬ ಆಡಳಿತಾಧಿಕಾರಿ ಕೂಡ ಆಗಿದ್ದನು ಆತನು. അപ്പോൾ നാം ആദ്യം കണ്ടു യഹോവയെ അന്വേഷിച്ച, യഹോവയ്ക്ക് പ്രസാദമായി ചെയ്ത ഒരു രാജാവ്. ಹಾಗಾಗಿ ನಾವು ಮೊದಲು ನೋಡಿದ್ದೇವೆ ಯೆಹೋವನನ್ನು ಮೆಚ್ಚಿಸಿದಂತಹ ಒಬ್ಬ ಅರಸನು ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ.
രണ്ടാമത് നാം കണ്ടു വളരെ പ്രബലനായ രാജാവ് അവന്റെ സ്തുതി മിസ്രയീം വരെ പരന്നു. ಅಧಿಕ ಬಲವುಳ್ಳಂತ ರಾಜನಾಗಿ ಆತನ ಹೆಸರು ಐಗುಪ್ತದ ಮೇರೆವರೆಗೂ ಹಬ್ಬಿದ್ದ ರೀತಿಯಲ್ಲಿ ಆತನು ಪ್ರಸಿದ್ಧನಾಗಿದ್ದನು ಎಂಬುದಾಗಿ ನೋಡಿದ್ದೇವೆ. മൂന്നാമത് നാം കണ്ടത് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ ജനപ്രിയനായ ഒരു രാജാവായിരുന്നു. ಮೂರನೇದಾಗಿ ಜನಗಳಿಗೆ ಬೇಕಾದ ಕಾರ್ಯಗಳನ್ನು ಮಾಡಿ ಜನಪ್ರಿಯನಾಗಿದ್ದಂತಹ ಒಬ್ಬ ಅರಸನಾಗಿದ್ದನು ಎಂಬುದಾಗಿ ನಾವು ನೋಡಿದ್ದೇವೆ. 14 15 ವಾಕ್ಯങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അവന്റെ സ്തുതി ബഹുദൂരം പരന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. 14-15 ವಾಕ್ಯಗಳು ಓದುವಾಗ ಆತನ ಹೆಸರು ಅಥವಾ ಆತನ ವಿಷಯವಾಗಿರುವ ಸುದ್ದಿ ಬಹುದೂರ ಅದು ಹಬ್ಬಿತ್ತು ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತಾ ಇದ್ದೇವೆ. ആ സമയം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും, ഇസ്രായേലിന്റെ ഒരു സുവർണ കാലഘട്ടം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ಒಂದು ವೇಳೆ ನಾವು ಈ ರೀತಿಯಲ್ಲಿ ಹೇಳಬಹುದು, ಇಸ್ರಾಯೇಲರ ಒಂದು ಸುವರ್ಣ ಕಾಲಘಟ್ಟವೇ ಆಗಿತ್ತು ಎಂಬಂತದ್ದು. ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോൾ ഒരു സുവർണ കാലഘട്ടമുണ്ട്. ആർക്ക് ചരിത്രം പഠിച്ചവർക്ക് അറിയാം. ನಮ್ಮ ಭಾರತ ದೇಶದ ಇತಿಹಾಸವನ್ನು ಹೇಳುವಾಗ ಒಂದು ಸುವರ್ಣ ಕಾಲಘಟ್ಟ ಇತ್ತು. അത് ശരിയാണോ എന്ന് നമുക്കറിയില്ല. ಅದು ಸರಿ ಇದೆಯೋ ಇಲ್ಲೋ ನಮಗೆ ಗೊತ್ತಿಲ್ಲ. 4ാമത്തെയും 6ാമത്തെയും സെഞ്ചുറിയിൽ ഭരിച്ച ഗുപ്തന്മാരുടെ കാലഘട്ടം ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. 4 ಮತ್ತು 6ನೇ ಶತಮಾನದಲ್ಲಿ ಆಡಳಿತ ನಡೆಸಿದಂತಹ ಗುಪ್ತರು ಅವರ ಆಡಳಿತ ಸಮಯದಲ್ಲಿ ಸುವರ್ಣ ಕಾಲಘಟ್ಟ ಎಂಬುದಾಗಿ ಹೇಳುತ್ತಿದ್ದಾರೆ. അവിടെ നോർത്തിലെങ്ങാണ്ടുണ്ടായിരുന്ന രാജാക്കന്മാരായിരിക്കും. ಒಂದು ವೇಳೆ ನಾರ್ತ್ ಇಂಡಿಯಾ ಭಾಗದಲ್ಲಿ ಇದ್ದಂತಹ ಅರಸರುಗಳು ಇರಬಹುದು. നമ്മള് ഉസിയാവിന്റെ കാലഘട്ടത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഇത്രയും ശക്തനായ ഒരു രാജാവ്, ദൈവത്തെ അന്വേഷിച്ച, ദൈവത്തെ സ്നേഹിച്ച ആ രാജാവിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അല്പ പ്രയാസങ്ങളെല്ലാം നാം അവിടെ വായിക്കുന്നുണ്ട്. ಹೀಗೆ ಉತ್ತಮವಾದ ರೀತಿಯಲ್ಲಿ ಆಡಳಿತ ನಡೆಸಿದಂತಹ ಉಜ್ಜಯನ ಕಾಲಘಟ್ಟದ ಕೊನೆಯ ಭಾಗಕ್ಕೆ ಬರುವಾಗ ಆತನು ಕೆಲವು ತಪ್ಪು ಮಾಡುವುದನ್ನು ಕುರಿತು ಕೂಡ ನಾವು ಓದುತ್ತೇವೆ. എന്നാൽ ആ ഉണ്ടായ ആത്മീയമായ പ്രയാസങ്ങളിലും ആ രാജാവിന്റെ മാന്യത നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ಆತನಿಗೆ ಉಂಟಾದ ಸಮಸ್ಯೆಯ ಮಧ್ಯದಲ್ಲಿ ಕೂಡ ಆತನಿಗೆ ಇದ್ದಂತಹ ಒಂದು ಶ್ರೇಷ್ಠತೆ, ಒಂದು ವಿಶೇಷತೆ, ಆತನ ಸ್ವಭಾವ ಗುಣವನ್ನು ನಾವು ಅಲ್ಲಿ ಕೂಡ ದರ್ಶಿಸಬಹುದು. നാം 20ാമത്തെ വാക്യത്തിന്റെ താഴോട്ടൊക്കെ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും, താൻ ദൈവാലയത്തിൽ ധൂപം കാട്ടുവാനായിട്ട് ശ്രമിച്ചു. അതിനെ തുടർന്ന് തന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങുകയും എല്ലാം അങ്ങനെയുള്ള ഒരു ചരിത്രം നാം അവിടെ കാണുന്നു. ಆತನು ದೇವಾಲಯದಲ್ಲಿ ಹೋಗಿ ಆತನು ಮಾಡಲಿಕ್ಕೆ ಅರ್ಹವಲ್ಲದಂತಹ ಕಾರ್ಯವನ್ನು ಆತನು ಮಾಡಿದ ಕಾರಣ ಆತನ ಹಣೆಯ ಮೇಲೆ ಕುಷ್ಠ ಅಲ್ಲಿ ಪ್ರಾರಂಭಿಸಿತು ಎಂಬುದಾಗಿ ಎಲ್ಲ ನಾವು ಓದುತ್ತಾ ಇದ್ದೇವೆ. എന്നാൽ താൻ ആ തെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന പുരോഹിതന്മാർ തന്നെ തടയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ಆವತ್ತು ಆತನು ತಪ್ಪು ಮಾಡಲಿಕ್ಕೆ ಹೊರಟಂತ ಸಮಯದಲ್ಲಿ ಆವತ್ತಿದ್ದಂತಹ ಯಾಜಕರು, ಪುರೋಹಿತರು ಅದನ್ನು ತಡೆಯುವುದಕ್ಕೂ ಕೂಡ ಮುಂದಾಗಿದ್ರು ಎಂಬುದು ಕೂಡ ನಾವು ನೋಡುತ್ತೇವೆ. അതും ആ രാജാവിന്റെ ദൈവഭക്തി ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാം. ಅದು ಆ ರಾಜ್ಯನ ಒಂದು ಕ್ವಾಲಿಟಿಯಾಗಿ ನಾವು ನೋಡಬಹುದು. ഒരു രാജാവിനെ തടയുവാൻ മാത്രം പുരോഹിതന്മാർക്ക് അധികാരമുള്ള അത്രയും നല്ല ഒരു രാജാവ്. ಅಂದ್ರೆ ಆ ಗುಣ ಏನು ಅಂತ ಹೇಳಿದ್ರೆ, ಆತನು ತಪ್ಪು ಮಾಡ್ಲಿಕ್ಕೆ ಹೊರಟಂತ ಸಮಯದಲ್ಲಿ ಆತನು ತಡೆಯುವುದಕ್ಕೆ ಪುರೋಹಿತರಿಗೆ ಒಂದು ಸ್ವಾತಂತ್ರ್ಯ ಕೊಟ್ಟಂತಹ ಒಬ್ಬ ವ್ಯಕ್ತಿ ಎಂಬುದಾಗಿ ನಾವು ಪರಿಗಣಿಸಬಹುದು. താൻ ആലയത്തിൽ കയറിയായി പ്രവൃത്തി ചെയ്യുമ്പോൾ തന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങുന്നത് കണ്ട് ആ പുരോഹിതന്മാർ ആ രാജാവിനെ പിടിച്ച് പുറത്താക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ಆತನ ಹಣೆ ಮೇಲೆ ಕುಷ್ಠ ಬರುವುದನ್ನು ನೋಡಿದಂತಹ ಪುರೋಹಿತರು ಆತನನ್ನು ದೇವಾಲಯದಿಂದ ಹೊರಗೆ ಕಳಿಸುವುದನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. ഒരു രാജാവിനെ ഒരു സ്ഥലത്തുനിന്ന് പുറത്താക്കാൻ ഇന്നത്തെ കാലത്ത് വല്ലതും നടക്കുമോ? ഒരു ചെറിയ നേതാവിനെങ്കിലും. ಒಬ್ಬ ಅರಸನನ್ನು ಒಂದು ಸ್ಥಳದಿಂದ ಹೊರಗಾಕಲಿಕ್ಕೆ ಇವತ್ತು ಕಾಲಘಟ್ಟದಲ್ಲಿ ಸಾಧ್ಯವಿದೆಯೇ? ഇത് താൻ തെറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കുമ്പോൾ ഉസിയ രാജാവ് തന്നെ സ്വയമായിട്ട് ആ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. ಆದ್ರೆ ಉಜ್ಜಯನಿಗೆ ಅರ್ಥವಾಯಿತು, ನಾನು ತಪ್ಪು ಮಾಡಿದ್ದೇನೆ, ಹಾಗಾಗಿ ಪುರೋಹಿತರಿಗೆ ಮಾಡುತ್ತಿದ್ದಾರೆ, ನಾನು ಈಗ ಇಳಿದು ಹೋಗಬೇಕಾಗಿರುತ್ತದೆ, ಹಾಗಾಗಿ ಅದರೊಟ್ಟಿಗೆ ಅದರ ವಿಷಯವಾಗಿ ಹಠಮಾರಿತನ ಮಾಡದೆ ಆತನು ಸ್ವತಃ ಅಲ್ಲಿಂದ ಇಳಿದು ಹೋಗುವಂತಹ ಒಂದು ಸದ್ಗುಣದ ಮನೋಭಾವ ಆತನೇ ನಾವು ನೋಡುತ್ತೇವೆ. നല്ലൊരു സ്വഭാവ വിശേഷമുള്ള ഒരു രാജാവ്, ಒಂದು ಉತ್ತಮ ಸದ್ಗುಣವುಳ್ಳಂತಹ ಒಬ್ಬ ಅರಸನು ಎಂಬುದಾಗಿ ಆ ಸಮಯದ ವಿಷಯ ನಡೆದಂತ ಘಟನೆ ವಿಷಯವಾಗಿಯೂ ನಾವು ಹೇಳಬಹುದು. അപ്പൊ ഉസിയ രാജാവിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം ചെറിയൊരു വ്യത്യാസം വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ಈ ಉಜ್ಜಿಯ ಅರಸನ ವಿಷಯವಾಗಿರುವಂತಹ ಒಂದು ಅಭಿಪ್ರಾಯ ಸ್ವಲ್ಪವಾದ್ರೂ ನಮ್ಮಲ್ಲಿ ವ್ಯತ್ಯಾಸವಾಗಿರಬಹುದು ಈ ವಾಕ್ಯ ಭಾಗಗಳು ಕೂಡ ಓದಿದಾಗ ಎಂಬುದಾಗಿ ನಾನು ಅನಿಸುತ್ತೇನೆ. ഇങ്ങനെ ഇസ്രായേലിന് ഒരു സുവർണ കാലഘട്ടം സമ്മാനിച്ച അതിശക്തനായ ഒരു രാജാവ്, ಹೀಗೆ ಇಸ್ರಾಯೇಲರಿಗೆ ಒಂದು ಸುವರ್ಣ ಕಾಲಘಟ್ಟವನ್ನು ನೀಡಿದಂತಹ ಒಬ್ಬ ಒಳ್ಳೆಯ ಅರಸನು. ഈ രാജാവ് മരിച്ച ആണ്ടിൽ, അതാണ് അവിടെ പ്രസക്തി. ಈ ಅರಸನು, ಇಂತಹ ಅರಸನು ಕಾಲವಾದ ವರ್ಷದಲ್ಲಿ ಎಂಬುದಾಗಿ ಯೆಶಾಯ 6ನೇ ಅಧ್ಯಾಯ 1ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಓದುತ್ತಿರುವಂತದ್ದು. ഉസിയാവ് മരിച്ച ആണ്ടിൽ യെശയ്യാ പ്രവാചകന് ലഭിച്ച ആ
ദർശനം, ആ വിഷനെ കുറിച്ചാണ് നാം യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ വായിച്ചത്. ಹೀಗೆ ಉಜ್ಜೀಯನು ಕಾಲವಾದ ವರ್ಷದಲ್ಲಿ ಯೆಶಾಯನಿಗೆ ದೊರಕಿದ ದೈವಿಕ ದರ್ಶನದ ವಿಷಯವಾಗಿಯೇ ನಾವು ಸ್ವಲ್ಪ ಮುಂಚೆ ಓದಿರುವ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ അവിടെ യെശയ്യാവിന് പ്രത്യക്ഷപ്പെടുന്ന ആ ദർശനത്തിന് വളരെ വളരെ പ്രത്യേകതകളുണ്ട്. ಇಲ್ಲಿ ಯೆಶಾಯನಿಗೆ ದೊರಕಿದಂತಹ ಈ ದರ್ಶನಕ್ಕೆ ಬಹಳಷ್ಟು ವಿಶೇಷತೆಗಳುಂಟು. ദൈവത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു അവസ്ഥയാണ് യെശയ്യാവിന് അന്ന് ദർശനം നൽകുന്നത്. ದೇವರ ಅತ್ಯುನ್ನತಾವಸ್ಥೆಯನ್ನು ದರ್ಶಿಸುವುದಕ್ಕೆ ಯೆಶಾಯನಿಗೆ ಸಾಧ್ಯವಾಯಿತು. എന്തുകൊണ്ടാണ് ഉസിയാവ് മരിച്ച ആണ്ടിൽ അങ്ങനെ ഒരു ദർശനം ലഭിക്കുവാനിടയായത്? ಉಜ್ಜೀಯನು ಕಾಲವಾದ ವರ್ಷದಲ್ಲಿ ಯಾಕೆ ಯೆಶಾಯನಿಗೆ ಇಂತಹ ಒಂದು ದರ್ಶನ ಉಂಟಾಗಲಿಕ್ಕೆ ಕಾರಣವಾಯಿತು? ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദർശനങ്ങൾ നൽകുന്നത് നമ്മുടെ എല്ലാം ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ದೇವರು ಅನೇಕ ಸಾರಿ ನಮಗೆ ದರ್ಶನಗಳನ್ನು ನೀಡುವಂಥದ್ದು അകത്തേക്ക് അനുഗുണವಾಗಿರುತ್ತದೆ. ദൈവത്തിന്റെ വെളിപ്പാടുകളെല്ലാം പലപ്പോഴും തന്റെ മഹത്വം കാണിക്കുവാൻ വേണ്ടി മാത്രമല്ല, അതിലുപരിയായിട്ട് നമ്മുടെ ആവശ്യങ്ങളോടനുബന്ധിച്ചുമുള്ള ദർശനമാണ് ദൈവം പലപ്പോഴും നമുക്ക് നൽകിത്തരാറ്. ದೈವಿಕ ದರ್ಶನಗಳೆಲ್ಲವೂ ದೇವರ ಮಹಿಮೆಯನ್ನು ಪ್ರಕಟಪಡಿಸಲಿಕ್ಕೋಸ್ಕರ ಮಾತ್ರವಲ್ಲ, ನಮ್ಮ ಅವಶ್ಯಕತೆಗಳನ್ನು ಕೂಡ ನೆರವೇರಿಸುವುದಕ್ಕೋಸ್ಕರ ಕೂಡ ಆಗಿರುತ್ತದೆ. യെശയ്യാവ് എന്താണ് അവിടെ ദർശിക്കുന്നത്? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന യഹോവ. ಯೆಶಾಯನು ಅಲ್ಲಿ ದರ್ಶಿಸುವಂತ ವಿಷಯವೇನೆಂದು ಹೇಳಿದರೆ ಉನ್ನತೋನ್ನತ ಸಿಂಹಾಸನರೂಢನಾಗಿರುವುದನ್ನು ಕಂಡನು ಎಂಬುದಾಗಿ ಓದುತ್ತೇವೆ. എന്താണ് അതിന്റെ പ്രത്യേകത? ಅದರ ವಿಶೇಷತೆ ಏನಿದೆ? യെശയ്യാ പ്രവാചകൻ ഇസ്രായേലിനെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു ദാസനായിരുന്നു. ಆ ಇಸ್ರಾಯೇಲನ್ನು യെശയ്യാ പ്രവാചകൻ ഇസ്രായേലിനെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു കർത്തൃദാസനായിരുന്നു. ಇಸ್ರಾಯೇಲ್ ದೇಶವನ್ನು ಬಹಳವಾಗಿ ಪ್ರೀತಿಸುತ್ತಿದ್ದಂತಹ ಒಬ್ಬ ದೇವರ ಪ್ರವಾದಿ, ದೇವರ ಸೇವಕನಾಗಿದ್ದನು ಯೆಶಾಯನು. ഉസിയാവ് മരിച്ചപ്പോൾ യെശയ്യാവിന് വളരെ ഭയമായി. ಈ ಉಜ್ಜೀಯನು ತೀರಿ ಹೋದ ಸಮಯದಲ್ಲಿ ಯೆಶಾಯನಿಗೆ ಬಹಳ ಭಯ ಉಂಟಾಗಿತ್ತು. എന്തുകൊണ്ടെന്നാൽ ഉസിയാവ് ഭരിച്ചപ്പോൾ അയൽ രാജ്യങ്ങളെല്ലാം പിണക്കി കീഴടക്കി അവരെല്ലാവരും വന്ന് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ಯಾಕೆಂದು ಹೇಳಿದರೆ ಉಜ್ಜೀಯನು ಕಾಲವಾದ ಆ ಕಾಲಘಟ್ಟದಲ್ಲಿ ಬೇರೆ ದೇಶದವರು ಕೂಡ ಇವರಿಗೆ ಸುಂಕ ಕೊಡುತ್ತಾ ಹಾಗೆ ಈ ದೇಶಕ್ಕೆ ಒಂದು ಕ್ಷೇಮ ಉಂಟಾದ ಒಂದು ಸಮಯವಾಗಿತ್ತು. ഒരു രാജ്യക്കാർക്കും മറ്റൊരു രാജ്യക്കാരന് ടാക്സ് കൊടുക്കുന്ന അത്ര സന്തോഷമുള്ള കാര്യമൊന്നല്ലല്ലോ. ಒಂದು ದೇಶಕ್ಕೆ ಇನ್ನೊಂದು ದೇಶದವರು ಸುಂಕ ಕೊಡುವುದೆಂದು ಹೇಳಿದರೆ ಅದೊಂದು ಸಂತೋಷಕರವಾದ ವಿಷಯವಲ್ಲವೇ ಅಲ್ಲ. അതുകൂടാതെ നാം കാണുന്നുണ്ട്, ചരിത്രം പരിശോധിക്കുമ്പോൾ ഫെലിസ്ത്യ ദേശത്തിലെല്ലാം കീഴടക്കി അവിടെ പോയിട്ട് ആലയങ്ങൾ പണിത് അതിന് ഇസ്രയേലിന്റെ നാമങ്ങൾ എല്ലാം നൽകിയ ഒരു രാജാവ് കൂടിയായിരുന്നു ഉസിയാവ്. ಅಷ್ಟೇ ಅಲ್ಲ, ಫೆಲಿಸ್ತಿಯ ದೇಶಗಳಿಗೂ ಕೂಡ ಹೋಗಿ ಅಲ್ಲಿ ಕೂಡ ದೇವರನ್ನು ಆರಾಧಿಸಲಿಕ್ಕೆ, ದೇವರ ನಾಮವನ್ನು ಪ್ರಸಿದ್ಧಪಡಿಸಲಿಕ್ಕೆ ಬೇಕಾದ ಕಾರ್ಯಗಳನ್ನು ಮಾಡಿದ ರಾಜನು ಕೂಡ ಆಗಿದ್ದನು ಉಜ್ಜೀಯನು. ഫെലിസ്ത്യര് മാത്രമല്ല, ഇസ്രയേലിയർ, അസൂര്യർ, സിറിയക്കാർ ഇവരെല്ലാം ഈ ഉസിയ രാജാവിന് കപ്പം കൊടുത്തുകൊണ്ടിരുന്ന, അതായത് ചുങ്കം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ಆ ಫೆಲಿಸ್ತಿಯರು ದೇಶದವರು ಮಾತ್ರವಲ್ಲ, ಅಶೂರಿನವರು ಇನ್ನು ಬೇರೆ ದೇಶದವರು ಕೂಡ ಇವರಿಗೆ ಸುಂಕವನ್ನು ಕೊಡ್ತಾ ಬಂದಿದ್ದರು. അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം ഇസ്രായേൽ രാജ്യത്തിനെതിരാണ്. ಹಾಗಾಗಿ ಆ ಸುಂಕ ಕೊಡುವ ಕಾರಣದಿಂದಲೇ ಅವರ ಮನಸ್ಸು ಆ ದೇಶದಿಂದ ದೂರವಾಗಿದೆ. ಯಾಕಂದ್ರೆ ನಾವು ಇವರಿಗೆ ಸುಂಕ ಕೊಡಬೇಕಲ್ಲ, ಹಾಗಾಗಿ ಅವರ ಮನಸ್ಸು ಈ ದೇಶಕ್ಕೆ ವಿರುದ್ಧವಾಗಿತ್ತು. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ശക്തനായ രാജാവ് ഉസിയ രാജാവ് മരിക്കുന്നത്. ಅಂತಹ ಸಮಯದಲ್ಲಿಯೇ ಶಕ್ತನಾಗಿದ್ದಂತಹ ಈ ಉಜ್ಜೀಯನು ಕಾಲವಾದಂಥದ್ದು. തന്റെ പോലെ ശക്തനായ ഒരു പിൻതലമുറയെ ഉണ്ടാക്കിയെടുക്കുവാൻ ഉസിയ രാജാവിന് സാധിച്ചിട്ടില്ല. ತನ್ನ ಹಾಗೆ ಒಬ್ಬ ಶಕ್ತನಾದಂತಹ ಇನ್ನೊಬ್ಬ ಅಧಿಕಾರಿಯನ್ನು ಆ ದೇಶದಲ್ಲಿ ತರಲಿಕ್ಕೆ ಸಾಧ್ಯವಿದೆಯೋ ಎಂಬುದಾಗಿ ಕೂಡ ಒಂದು ಯೋಚನೆ ಆತನಲ್ಲಿ ಬಂದಿರಬಹುದು. അപ്പോൾ തീർച്ചയായും ഉസിയാവിന് ശേഷം എന്ത് എന്നുള്ളൊരു വലിയ ഭയവും ചോദ്യവും യെശയ്യാവിന്റെ ഹൃദയത്തിലേക്ക് കടന്നു. ಹಾಗಾಗಿ ಯೆಶಾಯನ ಮನಸ್ಸಿನಲ್ಲಿ ಈ ಉಜ್ಜೀಯನು ಕಾಲವಾದರಲ್ಲ, ತದನಂತರ ಏನು ಎಂಬುದಾಗಿ ಒಂದು ದೊಡ್ಡ ಪ್ರಶ್ನೆ ಆತನ ಮನಸ್ಸಿನಲ್ಲಿ ಮೂಡಿತು. ആ സമയത്താണ് യഹോവ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരുന്നിട്ടുള്ള ഒരു ദർശനം ഉസിയാവിന് കാണിച്ചു കൊടുക്കുന്നത്. ಹಾಗೆ ಒಂದು ಚಿಂತೆಯ ಸಮಯದಲ್ಲಿ ಇರುವಾಗ ಈ ಒಂದು ದೈವಿಕ ದರ್ಶನ ಯೆಶಾಯನಿಗೆ ದೇವರು ಒದಗಿಸಿಕೊಟ್ಟಿದ್ದನು. എന്താണ് അതിന്റെ അർത്ഥം? ಅಂದ್ರೆ ಅದರ ಅರ್ಥವೇನು? യെശയ്യാവേ, ഉസിയാവ് മരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാനില്ല, ಅಂದ್ರೆ ಯೆಶಾಯನೇ, ಉಜ್ಜೀಯನು ಕಾಲವಾದ ಕಾರಣ ನಿಮಗೇನು ಕೇಡು ಬರುತ್ತದೆ ಎಂಬುದಾಗಿ ನೀವು ಭಯಪಡಬೇಕಾದ ಅವಶ್ಯಕತೆ ಇಲ್ಲ. എന്തുകൊണ്ടെന്നാൽ ഉസിയാവ് ഒരു സിംഹാസനത്തിൽ ഇരുന്നെങ്കിൽ എപ്പോഴും എല്ലാ കാലവും ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരുന്നത്
സൈന്യങ്ങളുടെ യഹോവയായ ദൈവമാണ്. ಯಾಕೆಂದ್ರೆ ಉಜ್ಜೇನು ಆತನು ಒಂದು ಸಿಂಹಾಸನದಲ್ಲಿ ಸ್ವಲ್ಪ ಕಾಲ ಇದ್ದರೆ ನಿತ್ಯ ಕಾಲಕ್ಕೂ ಯುಗ ಯುಗಾಂತರಗಳಲ್ಲಿಯೂ ಸಿಂಹಾಸನಾರೂಢನಾಗಿರುವಂತಹ ಸೇನಾಧೀಶನಾದ ಯೆಹೋವನಾಗಿದ್ದಾನೆ ನಮ್ಮ ದೇವರು. ഉസിയാവിനെ ഇസ്രയേലിന്റെ സിംഹാസനത്തിൽ ഇരുത്തിയതും കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചതും ഞാൻ തന്നെയാണ്. ಇಸ್ರಾಯೇಲ್ ದೇಶದಲ್ಲಿ ಉಜ್ಜೇನನ್ನು ಆ ಸಿಂಹಾಸನದಲ್ಲಿ ಕೂರಿಸಿರುವುದು, ಅವನಿಗೆ ಈ ಕಾರ್ಯಗಳೆಲ್ಲ ಮಾಡಲಿಕ್ಕೆ ಬೇಕಂತ ಶಕ್ತಿ ಸಾಮರ್ಥ್ಯ ಕೊಟ್ಟಂತದ್ದು ನಾನೇ ಎಂಬುದಾಗಿ ದೇವರು ಯೆಶಾಯನಿಗೆ ತಿಳಿಸುತ್ತಿದ್ದಾನೆ. നിങ്ങളെ ഭരിക്കുന്ന ഏത് രാജാവും സിംഹാസനത്തിൽ ഇരുന്നാലും ആ സിംഹാസനത്തിൽ ആരെ ഇരുത്തണം, അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കണം, അങ്ങനെയുള്ള എല്ലാ ഭരണപര കാര്യങ്ങളും തീരുമാനിക്കുന്നത് യഹോവയായ ദൈവമാണ്. ನಿಮ್ಮ ಮೇಲೆ ಅಧಿಕಾರ ನಡೆಸುವಂತವರು ಅವರು ಯಾರೇ ಆಗಿರಲಿ, ಯಾರನ್ನು ಅಲ್ಲಿ ಕೂರಿಸಬೇಕು, ಎಷ್ಟು ಕಾಲ ಅವರು ಇರಬೇಕು, ಅವರ ಮೂಲಕವಾಗಿ ಏನೇನು ನಡೆಸಬೇಕು ಎಂಬುದಾಗಿ ಎಲ್ಲವೂ ನಿರ್ಧರಿಸುವಂತಹ ಮಹೋನ್ನತನಾಗಿರುವಂತಹ ಸೇನಾಧೀಶನಾದ ದೇವರಾಗಿದ್ದಾನೆ ಯೆಹೋವನು. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു മിഷന്റെ അല്ലെങ്കിൽ ഒരു മിഷനറിക്കും ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ ദർശനമാണ് സർവാധിപത്യനായ ദൈവത്തിനെ കുറിച്ചുള്ള ദർശനം. ಅದಕ್ಕೇನೆ ನಾನು ಮೊದಲು ಹೇಳಿದಂಥದ್ದು, ಒಬ್ಬ ದೇವ ಸೇವಕನಿಗೂ ಕೂಡ ದೇವರ ವಿಷಯವಾಗಿರುವಂತಹ ಇಂತಹ ಒಂದು ದಿವ್ಯವಾದಂತಹ ದೈವಿಕ ದರ್ಶನ ಉಂಟಾಗಿರಬೇಕು ಎಂಬಂಥದ್ದು. ദൈവത്തിന്റെ ഈ സർവാധിപത്യത്തെ കുറിച്ചുള്ള തിരിച്ചറിവാണ് ഒരു മിഷണറിയുടെയും ഒരു മിഷന്റെയും മോട്ടിവേഷൻ. ದೇವರ ಸರ್ವಾಧಿಕಾರವನ್ನು ಕುರಿತಿರುವಂತಹ ಜ್ಞಾನ, ತಿಳುವಳಿಕೆ ಒಬ್ಬ ದೇವರ ಸೇವಕನಿರಬೇಕು. ಆವಾಗಲೇ ಅವನ ಸೇವೆಯಲ್ಲಿ ಧೈರ್ಯಗೆಡದೆ ಮುಂದೆ ಸಾಗಲಿಕ್ಕೆ സാധ്യമാകുന്നത്. പലപ്പോഴും ഞാനും നിങ്ങളും നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട്, ഭരണമാറ്റങ്ങൾ കണ്ടുകൊണ്ട് പലപ്പോഴും നാം ഭയപ്പെടാറുണ്ട്. ಕೆಲವೊಂದು ಸಾರಿ ನಮ್ಮ ಸುತ್ತಲೂ ನಡೆಯುತ್ತಿರುವಂತಹ ಘಟನೆಗಳು, ನಮ್ಮ ದೇಶದ ಅಧಿಕಾರದಲ್ಲಿ ಇರುವವರು ಅವರು ತೆಗೆದುಕೊಳ್ಳುವ ತೀರ್ಮಾನಗಳೆಲ್ಲ ನೋಡಿ ನಾವು ಕೂಡ ಮುಂದೇನು ಎಂಬ ಒಂದು ಚಿಂತೆಯಲ್ಲಿ ಇರಲಿಕ್ಕೆ ಒಂದು ವೇಳೆ ಸಾಧ್ಯತೆ ಉಂಟು. മിസ്റ്റർ നരേന്ദ്രമോദി വരുമ്പോഴും മിസ്റ്റർ ബൊമ്മായി, ഐ തിങ്ക് ദാറ്റ്സ് യുവർ ചീഫ് മിനിസ്റ്റർ, ഇവര് ഭരണത്തിൽ വരുമ്പോഴും പലപ്പോഴും നാം ശങ്കിക്കാറുണ്ട് ക്രിസ്ത്യാനിത്വത്തിനെതിരായി പലതും നടക്കുവാൻ പോകുന്നു. ಆ ಕೇಂದ್ರದಲ್ಲಿ ನರೇಂದ್ರ ಮೋದಿ ಅವರು ಪ್ರಧಾನಮಂತ್ರಿಯಾಗಿ ಕಂಟಿನ್ಯೂ ಮಾಡುವಾಗಲೂ, ಕರ್ನಾಟಕ ರಾಜ್ಯದಲ್ಲಿ ಬೊಮ್ಮಾಯಿ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ಮುಂದುವರಿಯುವ ಸಮಯದಲ್ಲಿಯೂ ಅವರು ತೆಗೆದುಕೊಳ್ಳುವ ತೀರ್ಮಾನಗಳ ಮೂಲಕವಾಗಿ ಎಲ್ಲವೂ ನಾವು ಕೂಡ ಕೆಲವೊಮ್ಮೆ ಕಳವಳಕ್ಕೆ ಒಳಗಾಗುತ್ತೇವೆ, ಮುಂದೇನು ಎಂಬುದಾಗಿ. എന്നാൽ നാം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട്. ഇവരൊന്നുമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, യഹോവ വാഴുന്നു, അവർ ഗോഡ് റെയിൻസ്. അത് നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങളെയും ആശങ്കകളെയും മാറ്റണം. ಆದರೆ ಈ ಒಂದು ದರ್ಶನ ಮೂಲಕವಾಗಿ ನಾವು ತಿಳಿದುಕೊಳ್ಳಬೇಕಾದ ವಿಷಯವೇನೆಂದ್ರೆ, ಯಾರೇ ಅಧಿಕಾರ ನಡೆಸಲಿ, ಆದರೆ ದೇವರು ನಿರ್ಧರಿಸಿದ ರೀತಿಯಲ್ಲಿ ಆತನು ಕಾರ್ಯಗಳನ್ನು ನಿಯಂತ್ರಿಸಲಿಕ್ಕೆ ಸಮರ್ಥನಾಗಿದ್ದಾನೆ. ഈ ദർശനം നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ഭയത്തെയും നീക്കിക്കളയണം. ಈ ರೀತಿಯಲ್ಲಿರುವಂತಹ ದರ್ಶನ ನಮಗೆ ವೈಯಕ್ತಿಕವಾಗಿ ಕೂಡ ಇರುವಾಗ ನಮ್ಮಲ್ಲಿರುವಂತಹ ಭಯ ನೀಗಿ ಹೋಗುತ್ತದೆ. യഹോവ വാഴുന്നു, ಯೆಹೋವನು ಅಧಿಕಾರ ನಡೆಸುತ್ತಿದ್ದಾನೆ. യെശയ്യാ പ്രവചനത്തിൽ നാം വായിച്ച 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അതിന്റെ അവസാന ഭാഗത്ത് സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. 2 Chronicles 26:3. Isaiah chapter 6. ಓಕೆ, ಯೆಶಾಯ 6ನೇ ಅಧ್ಯಾಯ 2ನೇ ವಾಕ್ಯದ ಕೊನೆಯಲ್ಲಿ ನಾವು ಓದುತ್ತೇವೆ, ಭೂಮಂಡಲವೆಲ್ಲ ಆತನ ಪ್ರಭಾವದಿಂದ, 3ನೇ ವಾಕ್ಯದ ಕೊನೆಯಲ್ಲಿ ಭೂಮಂಡಲವೆಲ್ಲ ಆತನ ಪ್ರಭಾವದಿಂದ ತುಂಬಿದೆ ಎಂಬುದಾಗಿ. സർവഭൂമിയും, ഭൂമണ്ഡലವೆಲ್ಲ, ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും യഹോവയായ ദൈവമാണ്. ಭೂಮಂಡಲವೆಲ್ಲ ಆತನ ಪ್ರಭಾವದಿಂದ ತುಂಬಿರುವಾಗ ಎಲ್ಲವನ್ನು ನಿಯಂತ್ರಿಸುವಂತವನು ಯೆಹೋವನಾಗಿದ್ದಾನೆ. അവനെ മറികടക്കുവാനോ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു ഭരണകൂടത്തിനും സാധ്യമല്ല. ಅವನ ಚಿತ್ತವನ್ನು ದಾಟಿ ಮುಂದಕ್ಕೆ ಹೋಗಲಿಕ್ಕೆ, ಆತನ ಚಿತ್ತಕ್ಕೆ ವಿರುದ್ಧವಾದ ಒಂದು ತೀರ್ಮಾನ ಕ್ರಿಯಾರೂಪದಲ್ಲಿ ನಡೆಸಲಿಕ್ಕೆ ತರಲಿಕ್ಕೆ ಯಾವ ವ್ಯಕ್ತಿಗೂ ಸಾಧ್ಯವಿಲ್ಲ. യഹോവയായ ദൈവത്തിന്റെ സർവാധിപത്യം ഈ ഭൂമിയിലും നിറഞ്ഞിരിക്കുന്നു. ಯೆಹೋವನಾಗಿರುವಂತಹ ದೇವರ ಮಹಿಮೆ, ಸಾನ್ನಿಧ್ಯ, ಪ್ರಭಾವ ಭೂಮಂಡಲವೆಲ್ಲವೂ ಹರಡಿರುವಂತದಾಗಿದೆ. ഈ പ്രത്യേക തിരിച്ചറിവ് ഓരോ മിഷണറിയുടെയും തന്റെ പ്രവർത്തന മേഖലയിൽ തന്നെ ഉത്സാഹിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും ശക്തമായ
ഒരു ദർശനമാണ്. ಈ ಒಂದು ತಿಳುವಳಿಕೆ, ಇಂತಹ ಒಂದು ದೈವಿಕ ದರ್ಶನ ನಾವು ಪ್ರತಿಯೊಬ್ಬರು ಇರುವಂತಹ ಸ್ಥಳದಲ್ಲಿಯೂ ಕರ್ತನ ಸೇವೆಯಲ್ಲಿ ಸೋತು ಹೋಗದೆ ಹೆಚ್ಚಾಗಿ ಅದನ್ನು ಮಾಡಲಿಕ್ಕೆ ಧೈರ್ಯವಾಗಿ ನಿರೀಕ್ಷೆಯಿಂದ ಯಾವ ಕಳವಳಕ್ಕೆ ಒಳಗಾಗದೆ ಮಾಡಲಿಕ್ಕೆ ನಮ್ಮನ್ನು ചൈതന്യಗೊಳಿಸುವಂತದಾಗಿದೆ. ദൈവത്തിന്റെ മഹത്വരമായ ഈ ദർശനമാണ് ദൈവത്തിനു വേണ്ടി അധ്വാനിക്കുവാനും ത്യാഗം സഹിക്കുവാനും നമ്മെ നമ്മുടെ പ്രവർത്തന മേഖലയിൽ മുന്നേറുവാനുമായിട്ട് നമ്മെ സഹായിക്കുന്നു. ಇಂತಹ ದರ್ಶನಗಳು ದೇವರಿಗೋಸ್ಕರ ಪ್ರಯಾಸ ಪಡಲಿಕ್ಕೆ, ಅಗತ್ಯವಿದ್ದರೆ ಆತನಿಗೋಸ್ಕರ ಕಷ್ಟಗಳನ್ನು ಅನುಭವಿಸಲಿಕ್ಕೆ, ಶ್ರಮ ಪಡಲಿಕ್ಕೆ ನಮಗೆ ಬಲ ತುಂಬುವಂತದಾಗಿರುತ್ತದೆ. മുഴുവൻ സമയ ദൈവദാസന്മാർ മാത്രമല്ല, ഞങ്ങളും കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ഓരോ വിശ്വാസികളും ദൈവത്തിന്റെ ദാസന്മാരാണ്. നമ്മെയും നമ്മുടെ വിശ്വാസത്തിൽ മുന്നോട്ട് നയിക്കുന്നത് യഹോവയെക്കുറിച്ചുള്ള ഈ ദർശനമാണ്. ಸಂಪೂರ್ಣಾವಧಿ ಸುವಾರ್ಥಿಗರು ಮಾತ್ರವಲ್ಲ, ದೈವಿಕ ಪೂರ್ಣಾವಧಿ ಸೇವಕರು ಮಾತ್ರವಲ್ಲ, ಪ್ರತಿಯೊಬ್ಬ ಕ್ರಿಸ್ತ ವಿಶ್ವಾಸಿಯೂ ಕೂಡ ದೇವರಿಗೋಸ್ಕರ ಜೀವಿಸಲಿಕ್ಕೆ, ಹೆಚ್ಚಾಗಿ ಆತನಲ್ಲಿ ಆಶ್ರಯಿಸಲಿಕ್ಕೆ, ಇನ್ನು ಧೈರ್ಯ ಸಮೇತವಾಗಿ ಆತನನ್ನು ದೇವರು ಕೊಟ್ಟ ವರಕ್ಕೆ ತಕ್ಕ ಹಾಗೆ ಸೇವಿಸಲಿಕ್ಕೆ ಇದು ನಮ್ಮನ್ನು ಬಲಪಡಿಸುವಂತದಾಗಿದೆ. നാം ഈ വലിയ ദൈവത്തിന്റെ, പരമോന്നതനായ ദൈവത്തിന്റെ വേലക്കാരാണ്. ನಾವು ಈ ಉನ್ನತೋನ್ನತನಾಗಿರುವಂತಹ ದೇವರ ಸೇವಕರಾಗಿದ್ದೇವಲ್ಲ. ഈ ദൈവത്തിനു വേണ്ടി കഷ്ടം സഹിക്കുവാനും ത്യാഗം സഹിക്കുവാനും ഈ ദർശനം നമ്മെ ശക്തിപ്പെടുത്തണം, നമ്മളെ ഉത്സാഹിപ്പിക്കണം. ಇಂತಹ ಉನ್ನತೋನ್ನತನಾದ ದೇವರಿಗೋಸ್ಕರ ದೇವರ ಚಿತ್ತವಿದ್ದರೆ ಕಷ್ಟಗಳನ್ನು ಅನುಭವಿಸಲಿಕ್ಕೂ ನಮಗೆ ಸಾಧ್ಯವಾಗಬೇಕು. എന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ನನ್ನ ಸಮಯ ಮುಕ್ತಾಯವಾಗಿದೆ. ഇന്ന് പകൽക്കാലം ಈ ಹಗಲೊತ್ತಿನಲ್ಲಿ ഈ ദൈവത്തിന്റെ ദർശനം നമ്മുടെ ഹൃദയത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ಈ ದೈವಿಕ ದರ್ಶನ ನಮ್ಮ ಹೃದಯದಲ್ಲಿ ನೋಡಲಿಕ್ಕೆ ನಮಗೆ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಸಾಧ್ಯವಾಗಲಿ. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന യഹോവ, ಉನ್ನತೋನ್ನತ സിംഹാസനരൂഢനാಗಿರುವಂತಹ ನಮ್ಮ ದೇವರು ಯೆಹೋವನು, സർവഭൂമിയിലും തന്റെ മഹത്വം നിറഞ്ഞിരിക്കുന്ന വലിയവനായ ദൈവം, ಭೂಮಂಡಲವೆಲ್ಲವೂ ಆತನ ಪ್ರಭಾವ ತುಂಬಿರುವಂತಹ ಉನ್ನತೋನ್ನತನಾಗಿರುವಂತಹ ನಮ್ಮ ದೇವರು. ഈ ദർശനം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുവാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ಈ ದರ್ಶನವು ನಮ್ಮ ಕ್ರೈಸ್ತ ಜೀವನದಲ್ಲಿ ಮುಂದೆ ಸಾಗಲಿಕ್ಕೆ ನಮಗೆ ಸಹಾಯ ಮಾಡಲಿ. ഈ എളിയ ശുശ്രൂഷയും അതിന് ഒരു കാരണമായി തീരുന്നെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. ಈಗ ಮಾಡುತ್ತಿರುವಂತಹ ಈ ಸಂದೇಶ ಕೂಡ ಅದಕ್ಕೊಂದು ಪ್ರೇರಕವಾಗುತ್ತದೆ ಎಂಬುದಾಗಿದ್ರೆ ನಾನು ಕೂಡ ಕರ್ತನಲ್ಲಿ ಸಂತೋಷಿಸುವಂತವನಾಗಿದ್ದೇನೆ. സകല മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ಸಕಲ ಮಹಿಮೆಯು ದೇವರಿಗೆ ಅರ್ಪಿಸುತ್ತಾ ನನ್ನ ಮಾತನ್ನು ಮುಕ್ತಾಯ ಮಾಡುತ್ತೇನೆ. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടും. ದೇವರ ನಾಮ ಎಂದೆಂದಿಗೂ ಮಹಿಮೆಯೊಂದಲೇ. ಆಮೆನ್.